ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഉള്ളിപ്പൊട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഉള്ളിപ്പൊട്ട്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മളുടെ പുട്ടുപൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് തരിയുള്ള പുട്ടുപൊടി ഇട്ട് കൊടുത്തു. അതിലേക്കൊക്കെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. തരിപ്പുട്ട് പൊടിയാണ് നല്ലത് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം മുഴുവൻ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക. നമ്മൾക്ക് ഈ ഒരു പുട്ടുപൊടി ആകുമ്പോൾ നമ്മൾ എന്തോരം ഇതുപോലെ വെള്ളം കൂടുതൽ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം. ഗ്ലാസിൻ്റെയും കപ്പിൻ്റെയും അളവ് ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒഴിച്ച് വെച്ച് ഞാൻ ആ വെള്ളം മുഴുവൻ അതിലേക്ക് ഒഴിച്ച് വെച്ചു. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം അത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. ആ ഒരു സമയം കൊണ്ട് നമ്മൾക്കൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. പിന്നെ ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം, എന്നാലും വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ചെറിയ ഉള്ളി ഒരു 15 ചെറിയ ഉള്ളിയോളം ഉണ്ട്. ചെറിയ ചുമന്നുള്ളിയില്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു. അതാണ് ഈ പുട്ടിൻ്റെ ടേസ്റ്റ്. ഇതില്ല എങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, എന്നാലും ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറൊന്നും ആകണ്ട, നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. കണ്ടോ, ഇത്രയും മതി. ഇതുപോലെ ഒന്നായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളതുപോലെ പച്ചമുളകും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. കൂടുതലിടുന്തോറും ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഒത്തിരി അങ്ങ് ഇളക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു പിടി മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ല എങ്കിൽ മല്ലിയില ഇട്ടാലും മതി. ഇനി മല്ലിയിലയും ഇല്ല എങ്കിൽ കറിവേപ്പില കൂടുതൽ ഇട്ടാലും മതി. ഇനി അതും കൂടി മുരിങ്ങയില ഇട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി ചൂടാകുമൊന്നും വേണ്ട, ഒത്തിരി വെന്ത് പോകരുത്. നമ്മളുടെ മുരിങ്ങയില ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഒരു കളർ വേണമല്ലോ, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒത്തിരി നല്ലതാണല്ലോ. നമ്മളെല്ലാ കറികളിലും കൂടുതലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുക. ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇനി ആ സമയം ഞാനത് ഓഫ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നമ്മളുടെ പൊടി എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. കണ്ടോ, അത് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഉണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കുന്തോറും അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരും. അതാണ് ഈ തരിപ്പൂട്ടിൻ്റെ സവിശേഷത. ഇനി നമ്മൾക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ പുട്ടുപൊടി നമ്മളുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചൂട് വെക്കേണ്ടത്. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ പുട്ടുപൊടി അതും കൂടി ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾക്ക് ആവി കയറ്റി എടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ചേർക്കുക.
വെള്ളം അങ്ങനെ കൂടി പോകത്തൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ തരിപ്പൊട്ടാണല്ലോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് തളിച്ച് ചേർക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ അതൊക്കെ ഡ്രൈ ആയിട്ട് പോകും ഒത്തിരി. അപ്പം ഒന്ന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി മസാലകളെല്ലാം ആ പൊടിയിൽ ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ നമുക്ക്. നമ്മൾക്ക് ഒന്ന് ആവി കയറ്റി എടുക്കണം. നമ്മൾക്ക് ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി തിരുമ്പും പോലെ മസാലയൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി എടുക്കുക ചെയ്യുന്നത്. നമ്മളത് വേകാൻ വേണ്ടി വെച്ചിരിക്കുകയല്ല. നമ്മൾക്ക് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾക്ക് തരിപ്പൊട്ടായത് കൊണ്ട് തന്നെ അതിന് ഇച്ചിരി വേവുണ്ടല്ലോ. അപ്പോൾ ആവി കയറ്റി എടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ ഇളക്കിയെടുത്താൽ പോരാ, നമ്മൾക്ക് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ നമ്മളുടെ പൊടി നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊന്ന് ആറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ അത് ആറി വന്നിട്ടുണ്ട്. ഇതാ നമ്മളുടെ പൊട്ടുപൊടി നന്നായിട്ട് വെള്ളം എങ്ങനെയുണ്ട് ഇതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടയായി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പരുവം, വെള്ളത്തിൻ്റെ ഒരളവ്. ഇനി നമ്മൾക്ക് അത് ഒന്ന് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുകുറ്റിയുടെ അകത്തേക്ക് ഞാൻ ആ പൊടി നിറയ്ക്കുകയാണ്. ചില്ല് അതിൻ്റെ അടിയിലുണ്ട്. ചില്ല് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൊട്ടുപൊടി നിറച്ചെടുക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. നമ്മൾ ആ ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട് വളരെ ടേസ്റ്റായിട്ട്. നമുക്കിതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇത് നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മൾക്ക് ആവി കയറ്റി കഴിക്കുവാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റാണ്. ആ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇപ്പം ഞാനത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ആവി കയറ്റി എടുക്കാനായിട്ട് ഞാനൊരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. കുക്കറിൻ്റെ നമ്മൾ വെയിറ്റ് ഇടുന്ന നോബിൽ വെച്ചാണ്, അറിയാമല്ലോ എല്ലാവർക്കും. ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന അതിൽ വെച്ചാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പെട്ടെന്ന് തന്നെ ആവി ഉണ്ടോ. അതിൻ്റെ അടപ്പ് പോയതുകൊണ്ട് ഞാനൊരു ചിരട്ട കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒത്തിരി പഴകിയ പുട്ടുകുറ്റിയാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടപ്പ് പോയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഉള്ളിപ്പുട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.